തന്നെ ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിക്കാനുള്ള കാരണം, മോശയുടെ കാലഘട്ടത്തിൽ നസ്രയത്തിൽ നിന്നൊരു നന്മയും വന്നിട്ടില്ല. യോശുവയുടെ കാലഘട്ടത്തിൽ നസ്രയത്തിൽ നിന്ന് നന്മ വന്നിട്ടില്ല. മാറി മാറി വന്ന ദാവീദിന്റെ കാലഘട്ടത്തിനകത്തും നസ്രയത്തിൽ നിന്നൊരു നന്മ വന്നിട്ടില്ല. പ്രവാചകന്മാരായ വലിയ പ്രവാചകന്മാരായ യെശയ്യാവിന്റെയും യിരെമ്യാവിന്റെയും യെഹെസ്കേലിന്റെയും ഒന്നും കാലഘട്ടത്തിനകത്തുനിന്ന് നസ്രയത്തിൽ നിന്നൊരു നന്മയും വന്നിട്ടില്ല. അതുകൊണ്ട് നസ്രയത്തിൽ നിന്ന് ഇനി ഒരു നന്മയും വരത്തില്ല എന്ന് ലോകം വിധി എഴുതിയപ്പോഴാണ് നസ്രയത്തിന്റെ മണ്ണിൽ നിന്ന് ഒരുവൻ കയറി വരുന്നു. അവന്റെ പേരത്രേ നസ്രയനായ യേശു ക്രിസ്തു. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയാ, പിതാക്കന്മാരുടെ കാലഘട്ടത്തിനകത്ത് നിന്റെ ഭവനത്തിനകത്തുനിന്നൊരു നന്മയും പുറത്തു വന്നിട്ടില്ലെങ്കിൽ, പിതാക്കന്മാരുടെ കാലഘട്ടത്തിനകത്തുനിന്ന് ദേശത്തുനിന്നൊരു നന്മയും പുറത്തു വന്നിട്ടില്ലെങ്കിലും അധികകാലം അങ്ങനെ നിലനിൽക്കത്തില്ല. കർത്താവുള്ളവൻ അതിനകത്തുനിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ ചില നന്മകൾ പുറത്തു വരും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ചു തന്നെ ദൈവത്തിന് ആരാധന കൊടുക്കണം. ഈ ദൂത് ഞാൻ കൈമാറുമ്പോൾ ഏതൊക്കെ കുടുംബങ്ങളെ നോക്കി ഞാൻ പ്രവചിക്കുക, ഒരു നന്മയും ഇനി പുറത്തു വരത്തില്ലെന്ന്, ഇനി ഒരു അനുഗ്രഹവും പുറത്തു വരത്തില്ലെന്ന്, ഇതിനകത്തുനിന്ന് ഒരു വിടുതലും പുറത്തു വരത്തില്ലെന്ന്. ഇങ്ങനെയൊക്കെ തന്നെ എന്ന് വിധി എഴുതിയ ചില നസ്രയത്തുകൾക്കകത്തുനിന്ന് ലോകത്തിന്റെ സൃഷ്ടിതാവ് പുറത്തു വരുന്നത് പോലെ ഇന്ന് പകൽക്കാലം ചിലവിനെ ദൈവരാജ്യത്തിന് വേണ്ടി കൊള്ളയടിക്ക. ഓ റബരബലഘടകധരാറികൾക്കമനബലഘടക ഓ ശബരബലഘടകധരാറികൾക്കമനബലഘടകധരാറികൾക്കമനബല റിമാനധാരാമനം ചെരിഖമാന വൈഡമാന അർത്ഥമാന ധൂരജാല ഘടകധാര ധാര 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 അർത്ഥമാന ധീരജാല ഘടകധാര ധീരധാല ഘടകധാര അർത്ഥമാന ധൂരജാല ഘടകധാര ധീരവച്ച വേനധാര അർത്ഥമാന ധീരമാര ഓ ശാബരാമനധല ഘടക. പ്രിയരെ, മോശയുടെ കാലഘട്ടത്തിൽ നസ്രയത്തുനിന്നൊരു നന്മയും വന്നില്ല. യോശുവയുടെ കാലഘട്ടത്തിനകത്ത് നസ്രയത്തുനിന്നൊരു നന്മയും വന്നില്ല. ദാവീദിന്റെ കാലഘട്ടത്തിൽ നസ്രയത്തുനിന്നൊരു നന്മ വന്നില്ല. പ്രവാചകന്മാരുടെ കാലഘട്ടത്തിനകത്തുനിന്ന് നസ്രയത്തുനിന്നൊരു നന്മ വന്നില്ല. അവിടെ നിന്ന് ഞാനൊരു ദൂത് ഞാൻ നിങ്ങളോട് കൈമാറാം. ഇന്നലകളിൽ നന്മ വന്നില്ലെന്ന് കരുതി ഇനി ഒരിക്കലും നന്മ വരത്തില്ലെന്നല്ല അതിനർത്ഥം. ഇന്നലെ നീ പ്രാപിച്ചില്ലെന്ന് കരുതി ഇനി ഒരിക്കലും നിന്റെ ജീവിതം മാറത്തില്ലെന്നല്ല അർത്ഥം. ഇന്ന് പകൽ ആരോടൊക്കെയോ ദൈവാത്മാവ് പ്രവചിക്കുക, ഇന്നലകളിൽ നടക്കാത്ത ചിലവ് എന്റെ ദൈവം ഈ പകൽ നിനക്ക് വേണ്ടി ചെയ്യുക. ഇന്നലകൾ നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടാത്ത ചില നന്മയുടെ വാതിലുകളെ എന്റെ ദൈവം ഈ പകൽക്കാലം നിനക്ക് വേണ്ടി തുറന്നിടുകയാ. ഇന്ന് പകൽ കരമടിക്കുന്നെങ്കിൽ നന്നായി തന്നെ ദൈവത്തെ കരമടിച്ച് സ്തുതിക്കണം. എന്നോട് ദൈവാത്മാവ് അങ്ങനെ തന്നെ ദൂത് കൈമാറുകയാ. ഇന്നലകളിൽ വെളിപ്പെടാത്ത ചിലവ്, പിതാക്കന്മാരെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ചിലവ് ഈ പകൽ എന്റെ ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങുകയാ. വിശ്വസിക്കുന്നവർ എന്റെ ഉണ്ടെങ്കിൽ ഈ പകൽക്കാല ലൈവിലൂടെ എന്നെ കാണുന്നവർ, വിവിധ രാജ്യത്തിലിരുന്ന് എന്നെ ശബ്ദം കേൾക്കുന്നവർ, ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക, നിന്റെ ജീവിതത്തിനകത്ത് ഇന്നലെ വെളിപ്പെടാത്തത് എന്തോ ഈ പകൽക്കാലം എന്റെ ദൈവം 2026 നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. നിനക്ക് വേണ്ടി എന്റെ ദൈവം ചെയ്യാൻ പോകുകയാണ്. നിന്റെ കുടുംബത്തിന് വേണ്ടി എന്റെ ദൈവം വൈഡാമാന ഹടവരം തുരവച്ചവരം തുരവൈഡവരം വൈഡാമാനാരീവരവച്ചവരം തുരവൈഡവരം തരവൈഡവരം തരവൈഡവ അറിമാനം ചേരീഖൈമീനീരീഖമാന അടകാചാര അർത്ഥവരം തുരവച്ചവരം തുരവൈഡവരം തുരവൈഡവരം ത അർഘമാന ധീരജാല ഘടകധാര ധീരജാല ഘടക അർത്ഥമാന ധൂരജാല ഘടകധാരമാന ധീരമാന അർത്ഥമാന ധീരജാല ഘടകധാര. യെസ് യെസ് യെസ്. ഇന്നലെ വരെ വെളിപ്പെടാത്ത ചില നന്മയുടെ വാതിലുകളെ ഈ പകൽ സ്വർഗം തുറക്കുകയാണ്. ഇന്നലെ വരെ നിന്റെ തലമുറയിൽ നിന്ന് നീ ഒരു നന്മ കണ്ടിട്ടില്ല. ഇന്നലെ വരെ നിന്റെ ആലയത്തിനകത്തുനിന്ന് നീ ഒരു നന്മ കണ്ടിട്ടില്ല. ഇന്നലെ വരെ നിന്റെ മിനിസ്ട്രിക്കകത്തുനിന്ന് നീ ഒരു നന്മ കണ്ടിട്ടില്ല. ഇന്നലെ വരെ നിന്റെ കുടുംബത്തിനകത്തുനിന്നൊരു നന്മ കണ്ടിട്ടില്ല. കർത്തൃദാസനെ തിന്മയല്ല എന്റെ ജീവിതത്തിനകത്ത് എണ്ണി പറയാനൊരു നന്മയില്ല. ആഗ്രഹിച്ചു കയറിയതാണ്, ആഗ്രഹിച്ച് ജീവിതം ആരംഭിച്ചതാണ്, ആഗ്രഹിച്ചത് ഉപനീവനത്തിനകത്ത് ഇറങ്ങിയതാണ്. പക്ഷെ ഇന്നുവരെയും എന്റെ ജീവിതത്തിനകത്തൊരു നന്മ കണ്ടിട്ടില്ല.
അങ്ങനെ പറയുന്ന ആരോടൊക്കെയോ എൻ്റെ ദൈവം ഈ പകൽക്കാലം പ്രവചിക്കുക, കുഞ്ഞെ, നിന്റെ ജീവിതത്തിനകത്ത് ഉലകത്തിൽ ആരും കണ്ടിട്ടില്ലാത്ത ചില വഴികളും വാതിലുകളും എൻ്റെ ദൈവം തുറന്നുവെന്ന്, നിനക്കിനി ഒരു നന്മ കാണത്തില്ലെന്ന് നീ പറഞ്ഞ ഇടത്ത് എൻ്റെ ദൈവം നിന്നെ നന്മ കൊണ്ട് അലങ്കരിക്കുകയാണ്. എൻ്റെ ദൈവം നിന്നെ നന്മ കൊണ്ട് അലങ്കരിക്കാൻ പോകുകയാണ്. ആ പദം എന്നോട് കൃത്യമായി ദൈവം ഇടപെടുക. നന്മ കൊണ്ട് എൻ്റെ ദൈവം നിന്നെ അലങ്കരിക്കാൻ പോകുക. നന്മ കൊണ്ട് എൻ്റെ ദൈവം നിന്നെ അലങ്കരിക്കാൻ പോകുകയാണ്. യെസ് യെസ് രാമനാഥരകൾ കമനബലക യെസ് റിബാനാഥ റിബരബച്ചബരം തുരവൈഡബ വൈഡബരം തുരവച്ചബരം തര വൈഡബരം ധ അടവരകം തുരവച്ചബരം ധ. യെസ് കൃപ 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 യാ രാമനാഥ രാമനാഥ. യേശുവേ യേശുവേ റിമാനധാര ഘടകധാര. അമ്മ ഇത് പകൽ ധൈര്യത്തോടെ പറ, നന്മ വരും. ആ പദം ഒന്ന് പറഞ്ഞ്, നന്മ വരും. നിന്റെ കണ്ണുകൊണ്ട് നന്മ കാണും. എൻ്റെ കണ്ണ് നന്മ കാണും. അമ്മ, പ്രവാചകന്മാര് ചോദിച്ചു, നസ്രയത്ത് നിന്ന് വല്ല നന്മയും വരുമോ? പ്രിയരെ, നിന്നെ നോക്കി എത്രയോ പേർ ചോദിച്ചില്ലേ? നിന്റെ കുടുംബത്തെ നോക്കി ചോദിച്ചില്ലേ? നിന്റെ തലമുറയെ നോക്കി ചോദിച്ചില്ലേ? പോട്ടെ, നിന്റെ കുടുംബത്തിനകത്ത് നിന്നെ നോക്കി ചോദിച്ചില്ലേ? നിന്നിൽ നിന്ന് വല്ല നന്മയും വരുമോ? നിന്നെ ഒന്നിനും കൊള്ളത്തില്ല, നിന്നെ ഒന്നിനും ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. ആമേ, നിന്നെ കൊണ്ടൊരു ഗുണവുമില്ല, നിന്നിൽ നിന്നൊരു പ്രതീക്ഷയില്ല, നിന്നിൽ നിന്നൊരു നന്മയും വരാൻ എനിക്കില്ല. പക്ഷെ അതിന്റെ മടുവിൽ ദൈവം പറയുക, നിന്നിൽ നിന്ന് ചില നന്മകൾ നിന്നെ നോക്കി പരിഹസിച്ചവർ കാണുക ദേശത്തിനകത്ത് വെളിപ്പെടും, കുടുംബത്തിനകത്ത് വെളിപ്പെടും, സഭയ്ക്കകത്ത് വെളിപ്പെട്, നിന്റെ ഭാവിക്കകത്ത് വെളിപ്പെട്. ഇതുവരെ ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത നന്മ നിന്റെ ജീവിതത്തിനകത്ത് എൻ്റെ ദൈവം വെളിപ്പെട്. നിന്നിൽ നന്മ കണ്ടിട്ടില്ല എന്നല്ലേ ഇന്നലകളിൽ അനേകർ പരിഹസിച്ചത്? പറ, നീ നന്മ കാണ്, നിന്നിൽ നന്മ വെളിപ്പെട്, നീ നന്മ പ്രാപിക്ക. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയരെ, നന്മ കാണില്ല എന്ന് പ്രവചിച്ചവരുടെ മുൻപിൽ, എന്ന് നാവു കണ്ട് പറഞ്ഞവരുടെ മുൻപിൽ സാക്ഷാൽ നന്മയായവൻ, ഓരോ അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ച, ആഴിക്ക് പഞ്ചസാര മണൽ കൊണ്ടതിരിട്ട, ഈ ഭൂലോകത്തെ സകലത്തെ സൃഷ്ടിച്ച ആമേ സർവശക്തനായ ദൈവം നാസ്രയത്തിന്റെ മണ്ണിൽ, നാസ്രയത്തിന്റെ മണ്ണിൽ, നാസ്രയത്തിന്റെ മണ്ണിൽ അവൻ വളരാൻ തുടങ്ങി. അവൻ വളരാൻ തുടങ്ങി. അർത്ഥമാരെയും വളർത്താത്ത മണ്ണിൽ, ആരും വളർന്നിട്ടില്ലാത്ത മണ്ണിൽ, ആരും ഉയർന്നിട്ടില്ലാത്ത ആരും ഉയർന്നിട്ടില്ലാത്ത ഭവനത്തിനകത്തുനിന്ന്, ആരും വളർന്നിട്ടില്ലാത്ത മണ്ണിൽ നിന്ന് ചിലവിനെ എൻ്റെ ദൈവം വളർത്താൻ പോകുക. എൻ്റെ ദൈവം വളർത്താൻ പോകുക. തിരുവനന്തപുരം പട്ടണത്തിനകത്തുനിന്ന് ഒരു പരിധിക്കപ്പുറം ആരെയും വളർത്തില്ല, ആരെയും വളർത്തിയിട്ടില്ല. പക്ഷെ ദൈവം പറയുക, ആ മണ്ണിനകത്തുനിന്ന്, ആ മണ്ണിനകത്തുനിന്ന് ഭാരതത്തെ പിടിക്കുന്ന മിഷണറിമാർ, ഭാരതത്തെ പിടിക്കുന്ന ശുശ്രൂഷകന്മാർ ഇന്ന് പകൽ അതിന്റെ അപിരികളെ പൊളിച്ച് ഇന്ന് പകൽ നിന്നെ വളർത്താം. ആരൊക്കെ ആ ദൂതിനോട് പൊട്ടനെ പോലെ ആമേൻ പറഞ്ഞത് ദൂത് സ്വീകരിക്കുക? ആരൊക്കെ ഇന്ന് പകൽ ആ ദൂതിനോട് ആമേൻ പറയുക? ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. യേശു എവിടെയാ ജനിച്ചത്? ബത്ലഹേമിലാ ജനിച്ചേ. പക്ഷെ യേശു എവിടെയാ വളർന്നത്? നാസ്രയത്തിലാ വളർന്നേ. വല്ലതും പിടികിട്ടിയോ എന്ന് പറഞ്ഞാൽ, ആരും വളരാത്ത മണ്ണിൽ, ആർക്കും വളരാൻ സാധ്യതയില്ലാത്ത മണ്ണിൽ, അർത്ഥം വളക്കൂറില്ലാത്ത മണ്ണിൽ, ഒന്നും വളർന്നു വന്നിട്ടില്ലാത്ത മണ്ണിൽ,
തിന്ന ദൈവം വളർത്തും, മിന്നമല ദൈവം വളർത്തും. ആരും വളർന്നിട്ടില്ലാത്ത ഭവനത്തിനകത്തുനിന്ന് അർഹതയില്ലാത്ത വിദ്യാഭ്യാസം നൽകി എന്റെ ദൈവം നിന്നെ വളർത്തുമെന്ന്. ആരും വളർന്നിട്ടില്ലാത്ത ഇടത്തുനിന്ന് ലോകം അറിയും, ദേശങ്ങൾ അറിയും, ശുശ്രൂഷകനായി എന്റെ ദൈവം നിന്നെ വളർത്തുമെന്ന്. ഓ റിമാനബലഘടക വചനം ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ വലിയൊരു ദൈവ സാന്നിധ്യം എന്റെ ദൈവത്തിന് വളർത്താൻ. ഓ ഇന്ന് പകൽക്കാലം വേര് വേണ്ട കേട്ടോ, എന്റെ ദൈവത്തിന് വളർത്താ. സൂര്യന്റെ പ്രകാശം വേണ്ട കേട്ടോ, വെട്ടിയെടുത്തൊരു കമ്പ് മതി, വെട്ടിയെടുത്തൊരു വടി മതി കുഞ്ഞ്. അവൻ അഹരോന്റെ വടിയെ എന്റെ ദൈവം തളിർപ്പിച്ച് അതിനകത്ത് ഫലം കായ്പിച്ചെങ്കിൽ ഇന്ന് പകൽ ലോകവുമായി വരക്കൊരു ബന്ധം വേണ്ട. ഇന്ന് പകൽ എന്റെ ദൈവത്തിന് വളർത്തണമെന്ന് വെട്ടിയെടുത്ത വടിയെ തളിർപ്പിച്ച് വളർത്താൻ കഴിയുന്നവരാണെങ്കിൽ ഇന്ന് പകൽ നിന്റെ സാധ്യതകൾ, ഇന്ന് പകൽക്കാലം നീ തിരിച്ചറിയണം. നീ ആരാധിക്കുന്ന ദൈവമാരെന്ന്. ഓ റിവാല ഘടകധാര, ഓ ശാബരമന ഘടകധാര, ഓ റിമാന ഘടകധാര ധാര. ഈ വചനം ഞാൻ പ്രസംഗിക്കുമ്പോൾ ചിലതിന്റെ വളർച്ചയെ തടയുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ എന്റെ ദൈവം ഈ പകൽ പൊളിക്കുക. ഓ ശബാന ഘടകധാര ധാര. വളർച്ചയെ പുറകോട്ട് വലിക്കുന്ന, നീ വളരേണ്ട സമയം കഴിഞ്ഞു, നിന്റെ സഭ പുറത്തു വരേണ്ട സമയം കഴിഞ്ഞു, നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകം ഓ പട്ടണത്തെ പിടിക്കേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ എവിടെയൊക്കെ ഒതുക്കുക? ചില പാപത്തിന്റെ കടുങ്കട്ടുകൾ, ചില ശാപത്തിന്റെ കടുങ്കട്ടുകൾ എവിടെയൊക്കെ പിടിച്ചൊതുക്കുക ഈ പകൽ അഭിനെ ദൈവം ബ്രേക്ക് ചെയ്യുക. Oh, what a mighty presence! What a mighty presence! Thi. Vaidamana Hatshabala Katagathera. വളർച്ചയെ തടയും. ശബാല ഘടകധാര ധീരജാല. കൃപ. ശബരമനധര. യെസ് ദൈവം ചിലവിനെ തൊടുക. പിന്നെ എന്റെ ദൈവത്തിന്റെ പ്രത്യേകത, അവൻ വെട്ടിയെടുത്ത വടിയെ തളിപ്പിക്കുന്നവനാ. എന്റെ ദൈവത്തിന്റെ പ്രത്യേകത, വെട്ടിയെടുത്ത് ഉണങ്ങിപ്പോയ വടിയെ ഒരു വൃക്ഷം എങ്ങനെ വളരുമോ അതുപോലെ വളർത്താൻ കഴിയുന്നവനാണ്. എങ്കിൽ ഇന്ന് പകൽ നിന്റെ ദൈവം നിന്റെ ഭാവിയെ, നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ, നിന്റെ മിനിസ്ട്രിയെ, നിന്റെ മാളകളെ, ഓ നിന്റെ സഭകളെ എത്ര അധികം അങ്ങനെ ഒരു അഭിഷേകം ഇതിനകത്ത് ചലിക്കുക. ഇരുട്ടിന്റെ വ്യാപാരങ്ങൾക്ക്, ചില ജാതീയ പോരുകൾക്ക്, ചില വെല്ലുവിളികൾക്ക് ഒതുക്കാൻ കഴിയാതെ വണ്ണം നീ വളരുകയോ.
കൃപ 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 കൃപ, ചിലവിന് പുതിയ കൃപ. Yes. അർഹതയില്ലാത്ത രീതിയിൽ ചിലവ്. ഇന്ന് പകൽ കരയുന്ന ചില മാതാക്കളുടെ തലമുറകൾ, പ്രാർത്ഥിക്കുന്ന ചിലവ് അർഹതയില്ലാത്ത രീതിയിൽ വളരട്ടെ. ഹല്ലേലൂയ. പ്രിയരെ, വിശ്വസിക്ക്, എൻ്റെ ദൈവത്തിന് നിന്നെ വളർത്താൻ കഴിയും. വളർത്താൻ കഴിയുമെന്നേ. ഈ വചനം ഞാൻ ധ്യാനിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്തോടി വന്നൊരു ചിന്തയാണ്. അഹരോന്റെ വെട്ടിയെടുത്ത വടി എന്ന് പറഞ്ഞാൽ ഉണങ്ങിപ്പോയ ഒരു വടിയെ എൻ്റെ ദൈവത്തിന് തളർപ്പിച്ച് ഫലമുള്ളതാക്കി തീർക്കാൻ കഴിയുമെങ്കിൽ, നീ വിചാരിക്കുന്നത് പോലെ നിന്റെ ലിമിറ്റിനകത്തൊതുങ്ങുന്നതല്ല എൻ്റെ കർത്താവ്. അവന്റെ പ്രവർത്തികൾ നിന്റെ ലിമിറ്റേഷനകത്തൊതുക്കാൻ കഴിയുന്നതല്ലെന്നേ. നിന്റെ ചിന്തകൾക്കും നിന്റെ ഈ പൊട്ട ബുദ്ധിക്കകത്തും ഒതുങ്ങുന്നതല്ല എൻ്റെ ദൈവത്തിൻ്റെ പ്രവർത്തികൾ. നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ എൻ്റെ ദൈവത്തിന് നിന്നെ വളർത്താൻ കഴിയും. നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ എൻ്റെ ദൈവത്തിന് നിന്റെ തലമുറകളെ വളർത്താൻ കഴിയും. നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ നിന്നിന്ന് ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്നേ. ഹല്ലേലൂയ. പ്രിയരെ, നസ്രയത്തുനിന്ന് വല്ല നന്മയും ലഭിക്കുമോ എന്ന് ചോദിച്ചവരുടെ നടുവിൽ നസ്രയത്തിൽ ഒരുവൻ വളരുകയാണ്. അന്ന് മുതൽ യേശുവിനെ വിളിക്കുന്നൊരു പേരുണ്ട്. അവൻ നസ്രയത്തുകാരൻ എന്നാണ്. യേശുവിനെ വിളിക്കുന്നത്, ജനം മുഴുവനും വിളിക്കുന്നത് നസ്രയത്ത്, നസ്രയത്തുകാരനായ യേശു എന്നാണ്. യേശു വരുന്നത് കേട്ടിട്ട് നസ്രയത്ത് കാരനായ അല്ലെങ്കിൽ നസ്രയത്ത് നസ്രയനായ യേശുവേ എന്ന് സകലരും വിളിക്കുമ്പോൾ ബർത്തിമായി എന്ത് ചെയ്തെന്ന് കേൾക്കണോ? ബൃദ്ധിമായി എന്ന് ചെയ്തെന്ന് കേൾക്കണമോ? ബർത്തിമായി ഇതെല്ലാം കേട്ടു നിൽക്കുകയാണ്. യേശുവിൻ്റെ കൂടെയുള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തിന്നവർ, രോഗികളെ സൗഖ്യമാക്കുന്നത് കണ്ടവർ, മരിച്ചവരെ ഉയർപ്പിക്കുന്നത് കണ്ടവർ. ഹലോ, കേൾക്കണം. കണ്ടവർ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കണ്ടവർ, സ്വയം അവരുടെ കണ്ണിന്റെ മുൻപിൽ കണ്ടവർ. പുരുഷാരം മുഴുവനും അവനെ വിളിക്കുകയാണ് നസ്രയനായ യേശുവേ എന്ന്. അവർ കണ്ടത് വച്ച് യേശുവിനെ വിളിക്കുമ്പോൾ ഒരുവൻ കേൾക്കുകയാണ്, എന്ത്? ഈ വഴി നസ്രയനായ യേശു കടന്നു പോകുകയാണ്, കടന്നു പോകുന്നു എന്ന് ഒരുവൻ കേൾക്കുമ്പോൾ, ആരാണവൻ? തിമായിയുടെ മകനായ ബർത്തിമായി. തിമായിയുടെ മകനായ ബർത്തിമായി യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോ പുരുഷാരം നോക്കി നിൽക്കെ അവൻ നിലവിളിക്കുകയാണ്. യേശു അവന്റെ അടുക്കലെത്തിയെന്ന് അവന് മനസ്സിലായപ്പോ പുരുഷാരത്തിന്റെ ശബ്ദങ്ങൾ, നിലവിളികൾ, അവരുടെ ആരവാരമെല്ലാം അവന്റെ അടുക്കലെത്തിയപ്പോ അവൻ ചാടി എഴുന്നേറ്റിട്ട് ഇരുന്നടുത്തു നിന്ന് എഴുന്നേറ്റിട്ട്, ഞാൻ ആത്മാവിൽ പറയാ, മടി പിടിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനല്ല എന്റെ ദൈവം. ആവേശത്തോടെ ദൈവരാജ്യത്തിന് വേണ്ടി ചാടുന്ന, ആവേശത്തോടെ ദൈവത്തിന് വേണ്ടി ഓടുന്ന, ആവേശത്തോടെ ദൈവത്തിന്
ദൈവത്തിന്റെ വചനത്തിനകത്തൊരു പദമുണ്ട്. അവൻ മുൻപന്മാരെ, അവൻ പിൻപന്മാരെ. അർത്ഥം ഇത്രയുള്ളൂ. നിന്റെ ആവേശം എത്രയാണോ ദൈവപ്രവൃത്തി അത്രയും വലുതായിരിക്കും. നീ ആരാധനയ്ക്ക് ആവേശം കുറച്ചാൽ, നീ പ്രാർത്ഥനയ്ക്ക് ആവേശം കുറച്ചാൽ, ദൈവവുമായുള്ള ബന്ധത്തിന് ആവേശം അത്ര കുറയ്ക്കും തോറും ദൈവം നിന്നോടുള്ള ബന്ധത്തിന്, ദൈവപ്രവൃത്തിയുടെ ആവേശം കുറയും. അതുകൊണ്ടാണ് നമ്മളൊക്കെ എത്ര പ്രാർത്ഥിച്ചിട്ടും ചില വിടുതലുകളൊന്നും. ഇപ്പോഴൊക്കെ ആരാധന മുടക്കുന്നത് ട്രെൻഡായി മാറിയിരിക്കുക. ട്രെൻഡായി മാറിയിരിക്കുക. ആരാധനയ്ക്ക് വന്നില്ലേലും ഒരു വിഷയമില്ല, ആരും ചോദിക്കാനില്ല, പറയാനില്ല, ഒന്നും പറയാനില്ല, ഒന്നും ഇങ്ങനെയൊക്കെ ആയി. കുഴപ്പമില്ല, വന്നില്ലേലും കുഴപ്പമില്ല, ദൈവം അടിക്കില്ല, ദൈവം പറയില്ല. പ്രിയരെ, വചനം പറയുന്നു. എൻ്റെ പ്രസംഗ വിഷയം അതല്ല, എങ്കിലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. ബാബിലോണിലേക്ക് പോകുന്ന ഏറ്റവും വലിയ എക്സൈലുകളിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് ഈജിപ്തിലേക്കാണ്. ദൈവം മിസ്രൈമിലെ അടിമകളാക്കിയാണ് കൊണ്ടുപോയത്. അടുത്ത് കൊണ്ടുപോയത് ബാബിലോണിൽ നെബൂഖദ്നേസർ അടിമയാക്കിയാ കൊണ്ടുപോയി. എത്ര വർഷം? 70 വർഷമാണ് ബാബിലോണിലെ അടിമയാക്കി കൊണ്ടുപോയത്. കൊണ്ടുപോകാനുള്ള ഒരേ ഒരു കാരണമേ ഉള്ളൂ, അവർ ശബത്ത് ആചരിച്ചില്ല എന്നതുകൊണ്ട് മാത്രം. എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കേണ്ട സമയത്ത് ദൈവജനം രഹബിയാമിന്റെ കാലഘട്ടത്തിന് ശേഷം, ശലോമോന്റെ മകനായ രഹബിയാമിന്റെ കാലഘട്ടത്തിനകത്ത് ദേശം രണ്ടായി മാറി. ദൈവത്തെ ആരാധിക്കേണ്ട ഇസ്രായേൽ ജനം, ദൈവത്തെ ആരാധിക്കേണ്ട ജനം, ദൈവത്തെ ആരാധിക്കാൻ അവർ മറന്നുപോയപ്പോൾ, നിങ്ങൾ പോയി വീട്ടിൽ പോയി വായിക്കണം, കണക്കൊക്കെ എടുത്തു വച്ചു പഠിക്കണം. നിനക്ക് കണക്ക് കൃത്യമല്ലെങ്കിൽ എൻ്റെ കർത്താവിന് കണക്ക് കൃത്യമാണ് എന്ന് പറഞ്ഞാൽ രഹബിയാവിന്റെ കാലശേഷം രാജ്യം രണ്ടായ കാലഘട്ടം മുതൽ ബാബിലോണിലേക്ക് അടിമകളാക്കി കൊണ്ടുപോകുന്ന കാലഘട്ടം വരെ എണ്ണി നോക്കിയ എത്ര ശബത്തുണ്ടോ അത്രയും ശബത്ത്, അർത്ഥം അത്രയും ദിവസം ജനം അടിമകളായി കിടന്നു. നീ ആരാധിക്കാൻ മറന്ന, നീ സ്തുതിക്കാൻ മറന്ന, നീ ദൈവത്തെ മഹത്വപ്പെടുത്താൻ മറന്ന, നീ ചെയ്യുന്നത് നീ മാത്രമല്ല, നിന്റെ തലമുറകളും അത് അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അപ്പനപ്പന്മാര് ചെയ്തതാ, പക്ഷെ തലമുറകൾ 70 വർഷം ബാബിലോണിൽ കിടന്നു. എന്തുകൊണ്ടെന്നറിയാമോ? 70 × 365 അടിച്ചു നോക്കിയാൽ മതി, ഒരു വർഷത്തെ കണക്ക് വെച്ച് നോക്കിയാൽ മതി. എത്ര ദിവസമാണോ വരുന്നത് അത്രയും ദിവസം അവർ ആരാധന മറന്നത് കൊണ്ടാ. പ്രിയരെ, കളിയല്ലേ ആരാധന? കളിയല്ല ദൈവത്തെ സ്തുതിക്കുന്നത്. അതാ പറഞ്ഞത്, തിമായിയുടെ മകനായ തിമായി കുരുടനാണ്, കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ, പക്ഷെ അവൻ ഇരുന്നെടുത്തുനിന്ന് ചാടി എഴുന്നേറ്റു. നിനക്ക് എത്രത്തോളം ആവേശമുണ്ടോ അത്രത്തോളം നീ മുന്നിൽ വരും. എത്രത്തോളം നീ വില കൊടുക്കുമോ അത്രത്തോളം ദൈവം നിന്നെ ഉപയോഗിക്കൂ. എത്രത്തോളം ദൈവരാജ്യത്തിന് വേണ്ടി എരിവോടെ നിൽക്കുമോ അത്രത്തോളം ദൈവം നിന്നെ. എന്റെ പ്രസംഗ വിഷയം അല്ല, ഇതിൽ ഹൃദയത്തിൽ ഓടി വന്നതുകൊണ്ട് ഞാൻ പറയാം. ചിലര് എന്തിനെന്നറിയാമോ? ചിലര് കൃത്യമായിട്ട് ദശാംശം കൊടുക്കുമ്പോ ഇവരെ ചിന്ത 10 അടുത്ത ആഴ്ചയാകുമ്പോ 1000 കിട്ടുമെന്ന് പറഞ്ഞ. അതേപോലെ ചിലരുണ്ട് ആദ്യത്തെ 10 ദിവസം പ്രാർത്ഥനയ്ക്ക് വരും. എന്തിനാ? അടുത്ത 10-നകത്ത് മറുപടി കിട്ടാൻ വേണ്ടിയാ. 10 ദിവസം വന്നിട്ട് അടുത്ത 10-നകത്ത് മറുപടി കിട്ടിയില്ലെങ്കിൽ ഇവര് പറയും ഈ കളിക്ക്. ദൈവത്തിനറിയാം നിന്റെ ആവേശം 10 ദിവസം കൊണ്ട്, നീ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുന്നത് 10 ദിവസം കൊണ്ട്. അർത്ഥം നീ കിട്ടാൻ വേണ്ടിയാ കൊടുത്തത്. പക്ഷെ എൻ്റെ ദൈവത്തിന്റെ പ്രത്യേകത, ഞാൻ വചനം പഠിച്ചപ്പോ എൻ്റെ ദൈവത്തിന്റെ പ്രത്യേകത, കണ്ടിന്യൂസ് ആയി നീ ദൈവരാജ്യത്തിൽ സ്ഥിരതയോടെ നീ എന്ത് ചെയ്താലും നീ ചിന്തിക്കുന്ന സമയത്തല്ല, നിനക്ക് എപ്പോൾ ആവശ്യമെന്ന് ദൈവത്തിനറിയാം. അപ്പോൾ ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവി കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ
ആമേൻ, ആമേൻ, ഹല്ലേലൂയ. എപ്പോൾ നിനക്ക് ഭവനം വേണമെന്ന് ദൈവത്തിനറിയാം. ദൈവം കണക്ക് കൂട്ടും. അന്നു മുതൽ ദൈവരാജ്യത്തിന് വേണ്ടി കൃത്യമായി കൊടുക്കുന്നവനാ. അന്നു മുതൽ എല്ലാ ആരാധനയ്ക്കും മടി കൂടാതെ വരുന്നവനാ. ദൈവം അതാണെന്ന് തരും. അതാ എൻ്റെ ദൈവത്തിന്റെ പ്രത്യേകത. എൻ്റെ ദൈവത്തിന്റെ പ്രത്യേകത, നീ ആഗ്രഹിക്കുന്നത് നിന്റെ വളർച്ചയ്ക്ക് ആവശ്യം 10 വർഷം വേണമെന്നാ. എൻ്റെ ദൈവത്തിന്റെ പ്രത്യേകത 10 വർഷം നടക്കാത്തത് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ആവേശം കുറയരുത്. ഇവിടെ ബർത്തിമായി എന്ന് പറയുന്ന കുരുടൻ, അവന് പറയാൻ ഒത്തിരി കുറവുണ്ട്. എങ്കിലും അവൻ അവിടെ ഇരുന്ന് ചാടി എഴുന്നേൽക്കുക. ചാടി എഴുന്നേറ്റത് കൂടെ നടന്നവരുടെ വെളിപ്പാടുമായിട്ടല്ല. പ്രിയരെ, വെളിപ്പാടിന് ഭയങ്കര പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവിടെ ഇരുന്ന് കൈയടിച്ചത് കൊണ്ടോ പാടിയത് കൊണ്ടോ തുള്ളിയത് കൊണ്ടോ ഒന്നും ഈ വെളിപ്പാടകത്ത് കയറണമെന്നില്ല. ഈ വെളിപ്പാടകത്ത് കയറുന്നത് ദൈവവുമായുള്ള ബന്ധത്തിനകത്താണ്. ഈ വെളിപ്പാടിന് ഭയങ്കര പ്രത്യേകതയുണ്ട്. വെളിപ്പാടുള്ളവൻ പിന്മാറിപ്പോകില്ല. വെളിപ്പാടില്ലാത്തവനാണ് പിന്മാറിപ്പോകുന്നത്. വെളിപ്പാട് ഉള്ളവൻ എന്ത് കിട്ടിയാലും കിട്ടിയില്ലേലും അവൻ പിന്മാറത്തില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? വെളിപ്പാടുള്ളവന്റെ പ്രത്യേകത അറിയാൻ അവൻ തകരില്ലെന്ന്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ശിഷ്യന്മാരോട് പടകിൽ കയറാമെന്ന് പറഞ്ഞു. പക്ഷെ വെളിപ്പാടുള്ളവൻ അറിയാൻ അപ്പുറത്ത് എത്തും. വെളിപ്പാടില്ലാത്തവൻ ഇവിടെ കിടന്ന് വല്ലതും പിടി കിട്ടുന്നുണ്ടോ? അതുകൊണ്ട് ഇന്നു പകൽ ഏറ്റവും ആവശ്യം വെളിപ്പാട് കത്തണം. ജീവിതത്തിനകത്ത് വെളിപ്പാട് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീവിതത്തിന്റെ സാഹചര്യത്തെ നോക്കി നീ നിനക്ക് അപിരിടരുത്. നീ ദൈവിക വെളിപ്പാടിനകത്ത് കയറി നിന്നിട്ട് പറയണം, സാഹചര്യമല്ല വിഷയം, ദൈവം എന്നോട് പറഞ്ഞത്, ദൈവത്തിന്റെ വലിപ്പം, ദൈവത്തിന്റെ ആഴം. ഇന്ന് പകൽ കാരമടിച്ചു തന്നെ ദൈവത്തെ സ്തുതിച്ചാട്ട് വൈഡബാല ഹടകധാരവനം തുര വൈഡവരം തുര വൈഡവരം ത ശബാരബാല ഘടക അർത്ഥമാന ധാര 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 അർത്ഥമാന ധൂരചാല. യെസ് യെസ്, വെളിപ്പാടുള്ള തലമുറ എഴുന്നേറ്റ് വരട്ടെ. കാഴ്ചപ്പാടുകൾ മാറട്ടെ. ദൈവവുമായുള്ള വെളിപ്പാടുള്ള തലമുറകൾ. മക്കളെ, നീ ദൈവത്തെ കുറച്ച് കാണരുത്. ദൈവപ്രവർത്തിയെ കുറച്ച് കാണരുത്. നീയുമായുള്ള ബന്ധത്തിൽ ദൈവപ്രവർത്തികളെ കുറച്ച് കാണരുത്. വെളിപ്പാടുള്ള തലമുറകൾ എഴുന്നേറ്റു വരട്ടെ. യെസ്, ഞാൻ ഈ വചനം പറയുമ്പോൾ തന്നെ നിന്റെ സാഹചര്യം നോക്കാതെ ദൈവത്തിന്റെ വലിപ്പം തിരിച്ചറിയുമ. യെസ്, ശബരാബരാധമാന ഘടകധാരവരം തുരവൈഡവരം തുരവച്ചവരം ത ഇടവരം തുരവച്ചവരം തുരവൈഡവരം തുരവൈഡവരം തുരവൈഡവ. ഓ ശാബാരാധ രാമനാഥ, ഇന്ന് പകൽ വെളിപ്പാടിന്റെ കലവറകളെ ദൈവം തുറക്കുക. യെസ് യെസ് യെസ്, വൈഡാമാന വൈഡാബാല. വെളിപ്പാട് വേണം, വെളിപ്പാട്, വെളിപ്പാട്. ഹല്ലേലൂയ. പ്രിയരെ, നിന്റെ ജീവിതത്തിനകത്ത് നിനക്കുള്ള വെളിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കും നിന്റെ വളർച്ച. നിനക്കുള്ള ജീവിതത്തിന്റെ മേഖലകൾക്കകത്ത് നീയും ദൈവവുമായുള്ള ബന്ധത്തിന്റെ വെളിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കും നിന്റെ ഉയർച്ച. ഹല്ലേലൂയ. വെളിപ്പാട് എന്തെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോണേ. കണ്ണിന് കാഴ്ചയുള്ള ഒരു കൂട്ടം പേർ, ഒരു കൂട്ടം പുരുഷാരം ആമ ചുറ്റും നിന്ന് ആമ വിളിക്കുന്ന പദം, യേശുവിനെ വിളിക്കുന്ന പദം, നസ്രയനായ
യേശുവേ, പക്ഷതാ കുരുടനായ, രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത, രണ്ട് കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ട ആമേ ബർത്തിമായി ഇരുന്ന ഇടത്തുനിന്ന് ചാടി എഴുന്നേറ്റിട്ട് വിളിക്കുന്ന പദം ദാവീദ് പുത്രനായ. ഹലോ, കണ്ണിന് കാഴ്ചയുള്ള, പുറം കണ്ണിന് മാത്രം കാഴ്ചയുള്ള, ഹലോ ആമേ ജനത്തിന് മുഴുവനും നഷ്ടപ്പെട്ടു പോയ ഒരകത്തെ കണ്ണിന്റെ കാഴ്ചയുണ്ട്. ഓ, പുരുഷാരം മുഴുവനും കണ്ടത് പുറങ്ങണ്ണിന്റെ കാഴ്ച കൊണ്ടാണ് യേശുവിനെ കണ്ടത്. അവർ വിളിച്ചത് നസ്രയനായ യേശുവേ. പക്ഷെ പുറത്തെ കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ ആമേ ബർത്തിമായുടെ അകത്തെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അകത്തെ കണ്ണു തുറന്ന ബർത്തിമായി വിളിച്ചു, യേശുവേ ദാവീദ് പുത്ര. ഇന്ന് പകൽ നമുക്കെല്ലാം പുറങ്ങണ്ണിന്റെ കാഴ്ചയുണ്ട്. നന്നായി കൈയടിക്കുന്നുണ്ട്, നന്നായി പാടുന്നുണ്ട്, നന്നായി ആരാധിക്കുന്നുണ്ട്. എന്റെ ചോദ്യം, നിന്റെ അകത്തെ കണ്ണിന്റെ കാഴ്ചയുണ്ടോ? ടു സീരിയസ്. ദൈവവുമായുള്ള ബന്ധത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് പുറമേ കാഴ്ചയുണ്ടോ എന്നല്ല വിഷയം, നിന്റെ അകത്തെ കണ്ണിന് കാഴ്ചയുണ്ടോ എന്നാണ് വിഷയം. ബർത്തിമായുടെ പുറങ്ങണ്ണിന് കാഴ്ചയുണ്ട്, അമേൻ അകങ്ങണ്ണിന് കാഴ്ചയുണ്ട്, പുറങ്ങണ്ണിന്റെ കാഴ്ച അടഞ്ഞതാണ്. പക്ഷേ ജനത്തിന് മുഴുവനും, പുരുഷാരത്തിന് മുഴുവനും അഞ്ചപ്പത്തെ കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നത് കണ്ടവർക്കും, രോഗികളെ സൗഖ്യമാകുന്നത് കണ്ടവർക്കും, മരിച്ചതിനെ ഉയർപ്പിക്കുന്നത് കണ്ടവർക്കും ആമേ പുറങ്ങണ്ണിനെ കാഴ്ചയുള്ളൂ, അകങ്ങണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. ഇന്ന് പകൽക്കാലം കേട്ടോ, അവർ യേശുവിനെ നസ്രയനായ യേശു എന്ന് കാണുമ്പോ അകങ്ങണ്ണിന്റെ കാഴ്ചയുള്ളവൻ വിളിച്ചു പറയുകയാ, ദാവീദിന്റെ പുത്രനെ. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാനൊരു കാര്യം പറയാ, പുറങ്ങണ്ണിന്റെ കാഴ്ച കൊണ്ടല്ല, അകത്തെ കണ്ണിൽ ഒരു വെളിപ്പാടുള്ളവനായി ഇവനകത്തുനിന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞ നിന്റെ ജീവിതത്തിനകത്ത് ഇതുവരെയും വെളിപ്പെടാത്ത ചിലവ് ഇന്ന് പകൽ വെളിപ്പെട. ഇതുവരെയും വെളിപ്പെടാത്ത ചിലവ് ഇന്ന് പകൽ വെളിപ്പെട. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ചു ദൈവത്തെ സ്തുതിക്ക. പുറംകണ്ണിന്റെ കാഴ്ചയല്ല ഒരു ക്രിസ്തു ഭക്തന് വേണ്ടത്, അകത്തെ കണ്ണിന്റെ കാഴ്ചയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കാണുന്നത് വിശ്വസിക്കുന്നവരാണോ? നിങ്ങൾ കാണാത്തത് വിശ്വസിക്കുന്നവരാണോ? കാണുന്നത് വിശ്വസിച്ചാൽ ഇങ്ങനെയൊക്കെ ജീവിതം പോകും. കാണാത്തത്, ദൈവം പറഞ്ഞത് വിശ്വസിച്ചാൽ നീ കാണാത്ത സ്പിരിച്വൽ വേൾഡിൽ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ വെളിപ്പാടിൽ നിനക്ക് ജീവിക്കാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, ചുമ്മാ വന്നിരുന്ന് എഴുന്നേറ്റ് പോകരുത്. ഈ ക്രിസ്തീയ ജീവിതം അത്രയും ആഴമുള്ളതാണ്. അമ്മേ, ഹല്ലേലൂയ. പിന്നെ ഈ ലൈവ് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? മ്യൂട്ട് ചെയ്യാമോ? സൗണ്ട് മാത്രം 1 സെക്കൻഡ് മ്യൂട്ട്.
കഴിയുന്നതിലപ്പുറമാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവർത്തികൾ. നമ്മൾ ചിന്തിക്കുന്നത് എലീശ അരാം സൈന്യം വന്ന് നിൽക്കുമ്പോൾ ഗേഹസി പോയി പറയുകയാണ്, യജമാനനെ അരാം സൈന്യം മുഴുവനും ഇറങ്ങി നിൽക്കുക. കൈവച്ചിട്ട് ഒറ്റ പ്രാർത്ഥന, കർത്താവേ ഇവൻ്റെ അകത്തെ കണ്ണ്. അർത്ഥം, അകത്തെ കണ്ണു തുറന്നാൽ അവൻ കണ്ടത് അഗ്നിമയ രഥങ്ങളും കുതിരകളുമായി സ്വർഗീയ സൈന്യം ഇറങ്ങി നിൽക്കുക. ഇന്ന് പകൽ അതിൻ്റെ പേരാണ് വെളിപ്പാട്. നീ ഇന്ന് കേവലം നിന്റെ ആവശ്യങ്ങൾക്കകത്തൊതുക്കാതെ നിനക്ക് അപ്പം കിട്ടാനും മീന് കിട്ടാനും വിടുതൽ കിട്ടാനും മാത്രം ദൈവത്തെ വിളിക്കുന്ന പരിപാടി നിർത്തിയിട്ട് വിളിച്ചു പറ. ഇന്ന് നിന്റെ മുൻപിൽ വെളിപ്പെട. ഈ ദൂത് ഞാൻ കൈമാറുമ്പോ ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ലാത്ത ദൈവികമായ ചിലവ് നമ്മൾ പലരിലും ആശ്രയിക്കുന്നവരാണ്. നമ്മൾ ഒരു കാര്യം നടക്കാൻ മറ്റു പലരിലും ആശ്രയിക്കുന്നവരാണ്. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, വെളിപ്പാടിൽ കയറി നിന്നാൽ നീ ആരെയും ആശ്രയിക്കേണ്ടി വരില്ല. നിനക്ക് വേണ്ടിയുള്ളതെല്ലാം ദൈവം കരുതി തരും. ഈ പകൽക്കാല വ്യർത്ഥമായി വിളിക്കുകയാണ്, യേശുവേ ദാവീദ് പുത്ര. അർത്ഥ മോശയ്ക്ക് കിട്ടാത്ത വെളിപ്പാട്, അബ്രഹാമിന് കിട്ടാത്ത വെളിപ്പാട്, എന്തിനേറെ പ്രവാചകന്മാർക്ക് ലഭിക്കാത്ത വെളിപ്പാട് ഒരു കുരുടനുണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം തിരിച്ചറിയ്, അടുത്തിരിക്കുന്നവർക്കില്ലാത്ത വെളിപ്പാട് നിനക്കുള്ളത് കൊണ്ട് നീ ചാടുന്നേ. അടുത്തില്ലാത്തവർക്ക് ഇരിക്കുന്നവർക്കില്ലാത്ത വെളിപ്പാട് നിനക്കുള്ളത് കൊണ്ട് നീ മുടങ്ങാതെ ഓടി ഓടി വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നേ. അടുത്തിരിക്കുന്നവർക്കില്ലാത്ത വെളിപ്പാട് നിനക്കുള്ളത് കൊണ്ട് നീ ദൈവത്തെ സ്തുതിക്കുന്നേ. ഇന്ന് പകൽ ദൈവത്തിന്റെ വലിപ്പം വെളിപ്പാടുള്ളവൻ തകരില്ല. വെളിപ്പാടുള്ളവന്റെ സഭ തകരില്ല. വെളിപ്പാടുള്ളവ തീർന്നു പോകത്തില്ല. അതുകൊണ്ടാണ് വൈഡവാരകൾ കമന ബലഘടക ധരാറികൾ കമന ബലഘടക ധരാറികൾ കമന ബലഘടക അർത്ഥമാന ധാര ധാര ധാരം ധാരം ധാരവരം ധുര വൈഡവരം ധുര വൈഡവ അർത്ഥമാല ധീര ധാര ധാര ധാരം ധരാറികൾ കമന ബലഘടക ഓറിവാരകൾ കമന ബലഘടക ധരാറികൾ കമന ബലഘടക ശബാരകൾ കമന ബലഘടക ധരാറികൾ കമന ബലഘടക ശബാരകൾ കമന ബലഘടക
ഇന്ന് പകൽ വെളിപ്പാടിലേക്ക് കയറുക, വെളിപ്പാടിലേക്ക് കയറുക. നീ ചിന്തിക്കുന്നത് പോലെ അല്ല, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന തലങ്ങളുടെ ആഴത്തിലേക്ക്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദപുസ്തകത്തിനകത്തൊരു പദമുണ്ട്, നമ്മുടെ ജാമ്യക്കാരൻ. ഹലോ, നമ്മുടെ ജാമ്യക്കാരൻ ഉയരത്തിൽ ഉണ്ട്. പ്രിയരെ, സന്നദ്ധി സംഘവും മഹാപുരോഹിതന്മാരും റോമൻ ഗവൺമെന്റും ഒരുമിച്ച് സ്തേഫാനോസ് എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യനെ വിസ്തരിക്കുകയാണ്. വിസ്തരിക്കുമ്പോൾ റോമൻ ഗവൺമെന്റിലെ പടയാളികളുടെ മുൻപിലും മഹാപുരോഹിതന്മാരുടെ മുൻപിലും സന്നിധി സംഘത്തിന്റെ മുൻപിലും അവനൊരു കുറ്റവാളി നിൽക്കുന്നത് പോലെ. എവിടെയാണ് കുറ്റവാളി നിൽക്കുന്നത്? വാദി നിൽക്കുന്നത് ഒരു ജഡ്ജിന്റെ വലത്തുഭാഗത്താണ്. പ്രതി നിൽക്കുന്നത് ഒരു ജഡ്ജിന്റെ ഇടത്തുഭാഗത്താണ്. ഇടത്തുഭാഗത്തു നിന്ന് സ്തേഫാനോസ് അവൻ ചെയ്ത കുറ്റങ്ങൾ ഓരോന്നായി മഹാപുരോഹിതന്മാരും സന്നിധി സംഘവും അവനോട് ചോദിച്ചു നിൽക്കുമ്പോ, അവന്റെ നീണ്ടൊരു പ്രസംഗം തുടങ്ങുമ്പോ, സ്തേഫാനോസിന്റെ നേരെ കല്ലെറി വരുമ്പോ ശ്രദ്ധിച്ച് കേൾക്കണമേ, ഒരു കുറ്റവാളിയെ പോലെ ഭക്തൻ നിൽക്കുമ്പോ അവന്റെ വെളിപ്പാടിന്റെ കണ്ണു തുറന്നിട്ട് പറയുകയാണ്, എനിക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ലെങ്കിലും ഞാൻ കാണുന്നൊരു വെളിപ്പാട്, സ്വർഗം തുറന്നിരിക്കുന്നത് ദൈവത്തിന്റെ വലതുഭാഗത്ത്. എന്റെ അഡ്വക്കേറ്റ്, എന്റെ ജാമ്യക്കാരൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് എനിക്ക് വേണ്ടി വാദിക്കുകയാണ്. ഇന്ന് പകൽ അതാണ് ക്രിസ്തു ഭക്തന്റെ വെളിപ്പാട്. വല്ലം മനസ്സിലായിട്ടാണോ കൈയടിക്കുന്നേ? ഒരു ഭക്തനെ എറിഞ്ഞു കൊല്ലാൻ നിർത്തുമ്പോൾ അവന് വേണ്ടി വാദിക്കാൻ ഒരു അഡ്വക്കേറ്റ് ഇല്ല, അവന് വേണ്ടി കാര്യം പറയാൻ ആരുമില്ല. അവന് എറിഞ്ഞു കൊല്ലാൻ ലോകം മുഴുവനും കാത്തു നിൽക്കുമ്പോ ഭക്തൻ കണ്ണടച്ച് സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, സ്വർഗം തുറക്കുന്നതും വെറും ന്യായാധിപതിയല്ല, രാജാതിരാജാവായ കർത്താവായ ന്യായാധിപതിയായ മഹാദൈവത്തിന്റെ മുൻപിൽ ദൈവം സാക്ഷാ അവന്റെ രക്ഷിതാവ് അവന് വേണ്ടി വലതുഭാഗത്ത് പക്ഷപാതം ചെയ്യുകയാണ്. അതിന്റെ പേരാണ് പ്രിയരെ വെളിപ്പാട്. അതിന്റെ പേരാണ് വെളിപ്പാട്. അതുപോലെ പൗലോസ് പറഞ്ഞു, ഉയർച്ചകൾക്കോ താഴ്ചകൾക്കോ ഈ ഭൂമിയിലുള്ള യാതൊന്നിനും ആ കർത്താവിന്റെ സ്നേഹത്തിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയില്ല. അവൻ പറഞ്ഞ മറ്റൊരു പദം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. അർത്ഥം അതാണ് വെളിപ്പാട്. ഇന്ന് പകൽ ഈ ലോകത്തിന്റെ ചില ഇട്ടാവട്ടങ്ങൾക്കകത്തൊതുങ്ങാതെ നിന്റെ വെളിപ്പാട് വർദ്ധിക്കട്ടെ. നിന്നിൽ കത്തുന്ന വെളിപ്പാട് വർദ്ധിക്കട്ടെ. അർത്ഥം, നീ കാണുന്നതല്ല കാണാത്തത് വിശ്വസിക്കാൻ തുടങ്ങണം. വെളിപ്പാടുണ്ടോ, നീ തകരില്ല. നിന്റെ തലമുറ എത്ര വഴിപിഴച്ചു പോയാലും ആരെയും കുറ്റം പറയേണ്ട ഗതികേട് നിനക്ക് വരില്ല. വെളിപ്പാടുള്ളവന്റെ തലമുറ മടങ്ങി വന്നിരിക്കും. വെളിപ്പാടില്ലാത്തവരാണ് അവരെ പറഞ്ഞ് ഇവരെ പറഞ്ഞ് ഇങ്ങനെയായി ഇങ്ങനെയായി. വെളിപ്പാടി നിൽക്കണം. നീ പറയണം, ആരെല്ലാം നശിച്ചാലും അതിന് കാരണക്കാരാരുമാകട്ടെ, നിനക്കത് വിഷയമല്ല. എൻ്റെ തലമുറ തകരില്ല, എൻ്റെ കുടുംബം തകരില്ല, എൻ്റെ സഭ തകരില്ല,
എന്റെ കുടുംബത്തെ ബന്ധിക്കാൻ ആർക്കും കഴിയില്ല. എന്റെ തലമുറകളെ ബന്ധിച്ചൊതുക്കാൻ ആർക്കും കഴിയത്തില്ല. ഞാൻ വെളിപ്പാടിൽ സഞ്ചരിക്കുക. ആരും നിനക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കി തരത്തില്ല. ആരും നിനക്ക് വേണ്ടി ഒന്നും വച്ചു നീട്ടി തരത്തില്ല. വെളിപ്പാടിൽ കയറി നിന്നിട്ട് പറയണം, എനിക്ക് വേണ്ടി എന്റെ സ്വർഗത്തിൽ ചിലതുണ്ട്. സ്വർഗത്തിലെ പണ്ണാരത്തിൽ ദൈവം ചിലവ് കരുതിയിട്ടുണ്ട്. തക്ക സമയമാകുമ്പോ എനിക്ക് വേണ്ടി അവൻ എന്റെ മുൻപിൽ അത് വെളിപ്പെടുത്തും. കഴിഞ്ഞ ദിവസം ഒരപ്പൻ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുക, 40 ലക്ഷം കൊണ്ട് പഠിപ്പിച്ചു, 12 ലക്ഷം രൂപ കൊടുത്ത് കെട്ടിച്ചു വിട്ടു. ഫംഗ്ഷന് മാത്രം 12 ലക്ഷം. നല്ല ഫംഗ്ഷൻ ആയിരുന്നു, ഞങ്ങളും പോയിരുന്നു. അപ്പം പറയുക, ഇന്ന് ആ മക്കൾ തിരിച്ചു ചോദിക്കുക, അപ്പ നീ എന്ത് ഞങ്ങൾക്ക് വേണ്ടി? ഞാൻ പറഞ്ഞു, ദേവസനെ കരയുണ്ട, ഞാൻ സംസാരിച്ചു നോക്കാം, പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു വെച്ചപ്പോ ലോകത്തിലെ അപ്പൻ ഇത്രയും ചെയ്തിട്ട് മക്കൾ ചോദിക്കുക, എന്ത് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ ചിന്തിച്ചു, ഈ പറഞ്ഞ വ്യക്തിയുടെ വെളിപ്പാടെന്താ? ആ വ്യക്തി അപ്പനെ കണ്ടാണോ ജീവിക്കുന്നത്? അമ്മയെ കണ്ടാണോ ജീവിക്കുന്നത്? വെളിപ്പാടിൽ കയറി നിൽക്കുക. നിനക്ക് വേണ്ടി ഒരുക്കുന്നത് സ്വർഗ, ഒരുക്കുന്നത് സ്വർഗ. ഒരു കാലഘട്ടം വരെ അപ്പനും അമ്മയും നിനക്ക് വേണ്ടി കരുതി. സത്യമാണ്, അത് ദൈവം അവരിൽ വിശ്വസിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൽ അവർ വിശ്വസിച്ചത് കൊണ്ട്, അവർക്ക് ദൈവം കൊടുത്ത വെളിപ്പാട് നിന്നത് കൊണ്ട്. ഇനി നിനക്ക് അവരുടെ വെളിപ്പാടിൽ പോകാൻ പറ്റില്ല. നീ ദൈവവുമായുള്ള വെളിപ്പാടിൽ കയറി നിൽക്കണം. ദൈവവുമായുള്ള ബന്ധത്തിൽ കയറി നിൽക്കണം. ആരും കെട്ടി തൂക്കി ഇറക്കി തരത്തില്ല. നിനക്ക് വേണമെങ്കിൽ നീ ദൈവത്തിന്റെ വെളിപ്പാടിലേക്ക് കയറണം. നമ്മൾ വിളിക്കുന്നത് നാസറേയനായ യേശുവെന്ന എന്ന് പറഞ്ഞ രോഗിയെ സൗഖ്യമാക്കുന്ന, ഭൂതങ്ങളെ പുറത്തു പോകുന്ന, ആമേ മരിച്ചതിനെ ഉയർപ്പിക്കുന്ന, 5 അപ്പത്തെ കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന. അർത്ഥം, ഈ ലോകത്തിലെ നന്മകൾ, ഈ ലോകത്തിലെ നന്മകൾ മാത്രം ചെയ്തു തരുന്ന ഒരു യേശുവിനെയാ. പക്ഷെ കണ്ണിന് കാഴ്ചയില്ലാത്ത, പുറങ്ങണ്ണടഞ്ഞുപോയ ഒരുവൻ നിലവിളിക്കുന്നത്, ദാവീദ് പുത്രനെ എന്ന് പറഞ്ഞാൽ അവൻ നിലവിളിച്ചത് അവന്റെ പുറത്തെ രക്ഷയ്ക്ക് വേണ്ടിയല്ല. അവൻ നിലവിളിച്ചത് അവന്റെ അകത്തെ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി. നീ പള്ളിയിൽ വരേണ്ടത്, നീ ആരാധിക്കേണ്ടത്, നീ സ്തുതിക്കേണ്ടത് അമ്മ ഈ ലോകത്തിലെ നന്മകൾക്ക് വേണ്ടിയല്ല. ഇതെല്ലാം ദൈവം തരും. ഞാൻ പറഞ്ഞല്ലോ, നിനക്ക് 10 വർഷം കൊണ്ടുണ്ടാക്കാൻ കഴിയാത്തത്, നേടിയെടുക്കാൻ കഴിയാത്തത് എന്റെ ദൈവം ഒറ്റ ദിവസം കൊണ്ട് നിനക്ക് തരും. അതാണ് ദൈവത്തിന്റെ വിശ്വസ്തത. അതിനു വേണ്ടിയല്ല നീ ദൈവത്തെ ആരാധിക്കേണ്ടത്. നീ ആലയത്തിൽ വരേണ്ടത്, ദൈവത്തെ സ്തുതിക്കേണ്ടത് അകത്തെ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, നിത്യതയ്ക്ക് വേണ്ടിയാണ്, നിത്യതയ്ക്ക് വേണ്ടിയാണ്. നീ വലിയ ആരോ ആണെന്ന് കാണിക്കാനല്ല, നിനക്കെന്തോ കഴിയുമെന്ന് കാണിക്കാനല്ല, സബിംബാസ് പ്രസംഗിച്ച് തെളിയിക്കാനല്ല. ആലയത്തിൽ കയറേണ്ടത് അകത്തെ മനുഷ്യന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയാണ്. തിമായിയുടെ മകനായ ബർത്തിമായി 12 ശിഷ്യന്മാരും കൂടെ നടന്നവരും ലഭിക്കാത്ത വെളിപ്പാട് ലഭിച്ചിട്ട് പറയുന്നു, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്നോട് കരുണ തോന്നണമേ. ഈ പകൽ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുക, വെളിപ്പാട് വർദ്ധിക്കട്ടെ, വെളിപ്പാട് വർദ്ധിക്കട്ടെ. യേശു ഒരിക്കൽ ചോദിച്ചു, യേശു ഒരിക്കൽ ശിഷ്യന്മാരോട് ചോദിച്ചു, എടാ ദേശം മുഴുവൻ എന്നെ എന്താ പറയുന്നതെന്ന് പോയി അന്വേഷിച്ചിട്ടു. ഇവരെല്ലാം പോയി റിപ്പോർട്ടുമായി വന്നിട്ട് പറയുക, ചിലർ ഏലിയാവെന്ന് പറയുന്നു, ചിലർ മോശ എന്ന് പറയുന്നു, ചിലർ ഇങ്ങനെയൊക്കെ പറയുന്നു. ദൈവം ചോദിക്കുന്നു, ബർജോനായ ശിമോനേ, നീ എന്നെ എന്തെന്ന് പറയുന്നു? നീ എന്നെ എന്തെന്ന് പറയുന്നു? നീ ഏലിയാവെന്നാണോ പറയുന്നേ?
നീ മോശ എന്നാണോ പറയുന്നത്? നീ നസ്രയൻ എന്നാണോ പറയുന്നത്? പ്രിയരെ, ഇന്ന് പകൽക്കാലം കേട്ടോ, ശീമോൻ പത്രോസ് പറഞ്ഞു, നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഞാൻ അറിയുന്നു. അതാണ് വെളിപ്പാട്. ഇന്ന് പകൽ നമ്മൾ ജീവിക്കുന്നത് ക്രിസ്തുവിന്റെ വെളിപ്പാട് ധരിച്ചവരാണ്. ക്രിസ്തുവിന്റെ വെളിപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു സകലത്വത്തിന് കർത്തൃത്വം വഹിക്കുന്നവനാണ്. അവൻ അനോയിന്റഡ് വൺ ആണ്. ക്രിസ്തു സകലത്തെയും അവൻ കാരണഭൂതനായവനാണ്. ഈ പകൽ തിരിച്ചറിയണം, വെളിപ്പാട് വർദ്ധിക്കണം. യേശുവിനെ ഒതുക്കരുത് കേട്ടോ, യേശുവിനെ ഒതുക്കരുത്, യേശുവിനെ ഒതുക്കരുത്. നിന്റെ വീട്ടിനകത്ത് ചെറിയ നന്മയ്ക്ക് വേണ്ടി മാത്രം യേശുവിനെ ആരാധിക്കരുത്. ചില അനുഗ്രഹത്തിന് വേണ്ടി മാത്രം നീ ദൈവത്തെ സ്തുതിക്കരുത്. നിന്റെ പുറത്തെ കണ്ണിന്റെ കാഴ്ച തുറക്കാൻ വേണ്ടി മാത്രം നീ നിലവിളിക്കരുത്. ബർത്തലോമായി ആമേ വചനം ഇങ്ങനെ പറയുന്നു, ശിഷ്യന്മാർ 12 പേരും, ശീമോനായിക്കൊള്ളട്ടെ, ആമേ മറ്റ് പലരും ആയിക്കൊള്ളട്ടെ, അവൻ്റെ ജീവിതത്തിനകത്ത് അവർ വിളിച്ചത് നസ്രയനായ യേശുവേന. പക്ഷെ കുരുടൻ മാത്രം വിളിച്ചു, യേശുവേ ദാവീദുപുത്ര. അവിടെ നിന്ന് കേട്ടോ, വെളിപ്പാടുള്ളിടത്ത് നിൽക്കും. നമുക്ക് വെളിപ്പാടില്ലാത്തത് കൊണ്ടാ ദൈവം നമ്മുടെ വിഷയങ്ങൾക്കകത്ത് ഇറക്കി വരാത്തെ. ഞാനിങ്ങനെ പറയാം പ്രിയരെ, മുന്നമേ അവൻ്റെ രാജ്യം നീതി അന്വേഷിക്കുക, അതോടുകൂടെ സകലതും നന്മയും കരുണയും നിന്റെ ആഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. കുരുടന്റെ താഴ്വര വരത്തില്ലെന്നല്ല, ഉണ്ട്, അതിലും നിന്നെ പിന്തുടരും. നീ തകരില്ല, നീ തീർന്നു പോകത്തില്ല. വചനം പറയുന്നു, യേശു അവിടെ നിന്നു, അവനോട് ചോദിച്ചു, നിനക്കെന്ത് വേണം? യേശു പറഞ്ഞ മറുപടി, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. അർത്ഥം, നിന്റെ വെളിപ്പാടില്ലേ അതുപോലെ നിന്നിൽ സംഭവിക്കും. ജീവിതത്തിൽ ഒരിക്കലും ഭയന്നു പോകരുത്. ജീവിതത്തിൻ്റെ സാഹചര്യം കണ്ട് ഭയന്നു പോകരുത്. ഭയപ്പെടാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. ജീവിതം മടുത്തു പോകാൻ ഒത്തിരി കാരണങ്ങൾ കാണും. പക്ഷെ പിടിച്ചു നിൽക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ, ദൈവത്തോടുള്ള വെളിപ്പാട്. ദൈവം കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം. എല്ലാ കണ്ണും ദൈവസ്ഥലം അടയട്ടെ. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ടെ. എല്ലാ കണ്ണും ദൈവസ്ഥലം അടയട്ടെ. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ടെ. ആത്മാർത്ഥമായി നാം ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പോവാം. ഇത്രയും സമയം ഞാൻ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല, പക്ഷെ ദൈവം എന്നെ നിർത്തി. എല്ലാ കണ്ണും ദിവസം അടയട്ടെ. കഴിഞ്ഞ ദിവസങ്ങൾ എന്നെ ചിന്തിപ്പിച്ചതോ എന്നെ സ്ട്രൈക്ക് ചെയ്തതായ ഒരു ചിന്തയാണ്, ഒരു വചനമാണ് എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നു. എൻ്റെ വെളിപ്പാട് വർദ്ധിപ്പിക്കട്ടെ. നിന്റെ സാഹചര്യം ചെറുതായിരിക്കാം, പക്ഷെ നിന്റെ വെളിപ്പാട് വലുതാകട്ടെ. ആത്മാർത്ഥമായൊന്ന് പ്രാർത്ഥിച്ചേ. ദൈവവുമായുള്ള ബന്ധത്തിനകത്ത് ചിന്തിക്കാൻ കഴിയാത്ത, ചിന്തിക്കാൻ കഴിയാത്ത ഒരു വലിയ ആഴം ഇതിനകത്ത് വെളിപ്പെടട്ടെ. മാറോടൊരു നിമിഷം കരങ്ങളെ ചേർത്ത് പിടിച്ചാട്ടെ. ദൈവത്തോട് പറ, കർത്താവേ, പ്രിയരെ, കേവലം ഒരു ചടങ്ങാകരുത് ദൈവവുമായുള്ള ബന്ധം. പെന്തക്കോസുകാരനാണല്ലോ, നോ, അതല്ല. അതുകൊണ്ടല്ല ദൈവത്തെ ആരാധിക്കുന്നത്.
അതുകൊണ്ടല്ല ദൈവത്തെ സ്തുതിക്കുന്നേ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിലിരിക്കുന്നു. ഈ കാണുന്നതല്ല, കാണാത്ത എൻ്റെ അകത്തെ ഒരു മനുഷ്യനുണ്ട്. ഓ, ബർത്തിമായി പറഞ്ഞു, യേശുവേ ദാവീദ് പുത്ര. ആ കുരുടന്റെ, ആ ജാതീയനായ കുരുടന്റെ വെളിപ്പാട് എത്ര ആഴമുള്ളതാണ്. കൂടെ നടന്നവർക്ക് കിട്ടാത്ത വെളിപ്പാട്. പിശയാചിച്ചു കൊണ്ടിരുന്ന വഴിയരികിലിരുന്ന ഒരുവനുണ്ട് കിട്ടിയെങ്കിൽ ബർത്തിമായോട് ചോദിച്ച, ബർത്തിമായി, എനിക്ക് ഈ വെളിപ്പാട് എവിടെ നിന്ന് കിട്ടി? അവൻ പറയും, ഞാൻ മോശയുടെ ന്യായപ്രമാണം വായിച്ചപ്പോൾ ആ ന്യായപ്രമാണത്തിനകത്ത് ഇശായിയുടെ കുറ്റിയിൽ നിന്നൊരു മുള പുറത്തു വരുമെന്ന് ഞാൻ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ വായിച്ചപ്പോ ലോകത്തിന്റെ സൃഷ്ടിതാവായവൻ ദാവീദ് ഗൃഹത്തിനകത്തുനിന്ന് പുറത്തു വരുമെന്ന്. ഓ, പകൽ വെളിപ്പാട് വർദ്ധിക്കട്ടെ, വെളിപ്പാട് വർദ്ധിക്കട്ടെ. ഓ ശാബാരാധേരികൾ ഖമനദരകൾ പാ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൽ വേരൂന്നി വളരുക. അധികമായ പരിശുദ്ധ ഓ ശാബാരാധര, ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അവിടെ മേൽ അങ്ങനെ ഒരു അഭിഷേകം, വെളിപ്പാടിന്റെ കലവറകൾ തുറന്നു. ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുകയാണ്. മഹത്വം അങ്ങെടുക്കും, പ്രാർത്ഥന കേൾക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരങ്ങളെ ചേർത്തടിച്ചൊരു പാട്ടിന്റെ ഈരടികളെ പാടി ദൈവത്തെ സ്തുതിക്കാമോ? എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ ഇന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ ഇന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിരുമേ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിരുമേ. യേശുരാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറഞ്ഞുയരും. യേശുരാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറഞ്ഞുയരും. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനിന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനിന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. എന്റെ വേദന സർവ്വവും നീക്കിയെന്നിൽ പുതുജീവൻ പകർന്നവനാം. എന്റെ വേദന സർവ്വവും നീക്കിയെന്നിൽ പുതുജീവൻ പകർന്നവനാം.
എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ ഇന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ ഇന്നുമെന്നും മതിയായവൻ. ആപത്തിൽ പ്രയാസങ്ങളിൽ മനമേ യേശു മതിയായവൻ. ആപത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ പ്രയാസങ്ങളിൽ മനമേ മരുഭൂയാത്രയാതി കഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. മരുഭൂയാത്രയാതി കഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. പകൽ മേഘസ്തംഭം രാത്രിയാഗ്നി തൂണ എന്നെ അനുദിന വഴി നടത്തും. പകൽ മേഘസ്തംഭം രാത്രിയാഗ്നി തൂണ എന്നെ അനുദിന വഴി നടത്തും. എന്റെ യേശു അവൻ ഇന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ ഇന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ 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 മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ ഇന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ ഇന്നുമെന്നും മതിയായവൻ. ആപത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ പ്രയാസങ്ങളിൽ മനമേ Ram Shikira Balagadaga Tiragal Kamana Balag Arthamana Balagadaga Jararigal Kamana Shabana Balaga Sergiya Malakatari Uyarpin Fanburil Pulugatala Sagala Vishutan Marodoka Agiara Dipanang is to Dipa വചനത്തിന്റെ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നതിനായി സ്തോത്രം ചെയ്യും. ഈ ജനത്തെ വചനമയച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും.
മഹത്വം അങ്ങെടുക്കും, പ്രാർത്ഥന കേൾക്കും. യേശുവിൻ നാമത്തിനെ ആമേൻ. അതാ സ്ഥാനങ്ങളിൽ ഇരിക്കാമോ? ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.